മമ്മൂട്ടിയെ തല്ലി വീഴ്ത്തിയ നായകൻ. പക്ഷേ ആ നായകന് വിധി കരുതി വെച്ചത് ദൗർഭാഗ്യം മാത്രം. നഹാസ് ഷാ എന്ന നടനെ പറ്റിയാണ് പറയുന്നത്. പുതിയ തലമുറയ്ക്ക് ഈ നടൻ അജ്ഞാതൻ. പക്ഷേ പഴയ തലമുറയ്ക്ക് നഹാസിനെ അറിയാം. നഹാസ് ആദ്യം അഭിനയിച്ചത് സൈരന്ധ്രി എന്ന ചിത്രത്തിൽ. രണ്ടാമത്തെ ചിത്രം ഭരതൻ സംവിധാനം ചെയ്ത എൻ്റെ ഉപാസനയായിരുന്നു. എൻ്റെ ഉപാസന മലയാള മനോരമയിൽ മല്ലിക യൂനിസ് എഴുതിയ നോവലാണ്. ആ നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു എൻ്റെ ഉപാസന. ഇതിൽ മമ്മൂട്ടി പ്രതിനായക സ്വഭാവമുള്ള വേഷത്തെ അവതരിപ്പിച്ചപ്പോൾ നഹാസായിരുന്നു നായകൻ. നഹാസും മമ്മൂട്ടിയും തമ്മിലുള്ള സംഘടന രംഗത്ത് മമ്മൂട്ടിയെ അടിച്ചു വീഴ്ത്തുന്ന നഹാസിനെ കാണാം ഈ ചിത്രം ഇനി കാണുന്നവർക്ക്. എൻ്റെ ഉപാസനയോടുകൂടി ഭരതൻ്റെ ഇഷ്ടതാരമായി നഹാസ്. ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിൽ നക്സലൈറ്റിനെ അവതരിപ്പിച്ച നഹാസ് വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടു. പുതിയൊരു സൂപ്പർ താരം പിറവികൊള്ളുന്നു എന്ന് മാധ്യമങ്ങൾ എഴുതി തുടങ്ങി. പക്ഷേ പിന്നീട് അങ്ങോട്ട് നഹാസിന് മുന്നേറ്റം ഉണ്ടായില്ല. പല ചിത്രങ്ങളിലും ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച് മറഞ്ഞു പോകേണ്ടി വന്നു നഹാസിന്. ഇനിയും കഥ തുടരും, തൊഴിൽ അല്ലെങ്കിൽ ജയിൽ, ഇതിലേ ഇനിയും വരൂ, നേരം പുലരുമ്പോൾ, ഇനിയും കുരുക്ഷേത്രം, കിളിപ്പാട്ട്, നീ എത്ര ധന്യ, മൃത്യുഞ്ജയം, തോരണം, ഭദ്രച്ചിറ്റ, രാഗം അനുരാഗം, സുഹൃതം, ഇതൊക്കെയാണ് നഹാസിൻ്റെ മറ്റു ചിത്രങ്ങൾ. ഇതിൽ ജോസഫ് മാടമ്പള്ളി സംവിധാനം ചെയ്ത തോരണത്തിലെ കഥാപാത്രം വളരെ ശ്രദ്ധേയമാണ്. മാറുന്ന ലോകത്തെ യുവത്വത്തെ കാണിക്കുന്ന ചിത്രമാണത്. എപ്പോഴും ചെറിയ റേഡിയോയിൽ ക്രിക്കറ്റ് കമൻട്രി കേട്ടുകൊണ്ടിരിക്കുന്ന യുവാവിൻ്റെ വേഷമാണ് ഈ ചിത്രത്തിൽ നഹാസ് ചെയ്തത്. നല്ല നടനായിരുന്നു നഹാസ്. കൊച്ചിക്കാരനായിരുന്നു അദ്ദേഹം. കൊച്ചിയിൽ കാർ റാലികൾ സംഘടിപ്പിക്കുമായിരുന്നു അദ്ദേഹം. കാർ റാലികളുടെയൊക്കെ സംഘാടകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മാറുന്ന കാലത്തെ മലയാള സിനിമയുടെ ഗ്രൂപ്പിസങ്ങളും ഒക്കെ കൊണ്ട് നഹാസ് ഒന്നുമാകാതെ പോയി. മമ്മൂട്ടിക്കൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷേ മമ്മൂട്ടി കുതിച്ചു പാഞ്ഞു. എൻ്റെ ഉപാസന എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടി അതിവേഗം കുതിച്ചു പായുന്ന കാഴ്ചയാണ് മലയാള സിനിമ കണ്ടത്. മോഹൻലാലാകട്ടെ നഹാസിനെ അങ്ങനെ വലുതായി തൻ്റെ സിനിമയിൽ പ്രൊമോട്ട് ചെയ്തതുമില്ല. പിന്നീട് കിട്ടുന്ന റോളുകൾ അഭിനയിച്ചു പോവുക, അതായിരുന്നു നഹാസിന് വിധി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഭരതൻ്റെയൊക്കെ ചിത്രത്തിൽ നായകതുല്യ വേഷത്തിൽ വന്ന നടൻ. ആ ഇത്തിരി പൂവേ ചുവന്ന പൂവിലെ നക്സലേറ്റിൻ്റെ കഥാപാത്രം നഹാസിൻ്റെ ഉജ്ജ്വലമായ കഥാപാത്രമാണ്. തൊഴിലല്ലെങ്കിൽ ജയിൽ എന്ന ചിത്രത്തിലെ കഥാപാത്രവും ഉജ്ജ്വലമായ കഥാപാത്രമാണ്. നേരം പുലരുമ്പോൾ സംവിധാനം ചെയ്തത് KP കുമാരനാണ്. അതിലും നഹാസിന് കിട്ടി ഒരു റോൾ. സമാന്തര സംവിധായകർക്ക് പ്രിയങ്കരനായിരുന്നു നഹാസ് എന്ന് വേണമെങ്കിൽ പറയാം. കിളിപ്പാട്ട് എന്ന ചിത്രം സംവിധാനം ചെയ്ത നടൻ രാഘവനാണ്. രാഘവൻ അതിൽ നഹാസിന് ഒരു റോള് കൊടുത്തു. അങ്ങനെ സിനിമയെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്നവർക്ക് നഹാസിനെ ഏറെ ഇഷ്ടമായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ നഹാസിന് പിഴവ് സംഭവിച്ചു. കമേഴ്സ്യൽ സിനിമയുടെ വർണ്ണജാലങ്ങളിലേക്ക് പോകാൻ നഹാസിന് കഴിഞ്ഞില്ല. കമേഴ്സ്യൽ സിനിമയുടെ വർണ്ണജാലങ്ങളിലേക്ക് പോയി വർണ്ണജാലങ്ങളുടെ വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ, ആ വിസ്മയങ്ങളിൽ പ്രേക്ഷകരെ ആറാടിപ്പിക്കാൻ നഹാസിന് കഴിഞ്ഞില്ല. അതാണ് നഹാസിൻ്റെ ദുരന്തം. ഒരുപാട് ഉയരങ്ങളിൽ പോകേണ്ട, ഒരു പക്ഷേ സൂപ്പർ താരം തന്നെ ആകേണ്ട നടനായിരുന്നു നഹാസ്. പക്ഷേ ഒന്നും ആകാതെ പോയി. 2004 ജനുവരി 20 അദ്ദേഹത്തിൻ്റെ അന്ത്യം. മാധ്യമങ്ങളൊക്കെ ചെറിയ കോളത്തിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം ആഘോഷിച്ചു എന്ന് എടുത്തു വേണമെങ്കിൽ പറയാം. കാരണം മാധ്യമങ്ങൾക്ക് ആവശ്യം സെലിബ്രിറ്റി ഇമേജിൽ തിളങ്ങി നിൽക്കുന്നവരെയാണ്. നഹാസിനെ പോലെയുള്ളവരെ വേണ്ട. നഹാസ് ഔട്ടായിപ്പോയ ഒരു നടനല്ലേ